ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഒരാഴ്ച മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അത് അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ആക്കി. നന്നായി വ്യൂസ് വന്ന് പെട്ടെന്ന് കയറിയൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ കുറച്ച് സെക്യൂരിറ്റി പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് സാർ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് അത് അപ്ലോഡ് ചെയ്തപ്പോൾ അത് കുറച്ച് സെക്യൂരിറ്റി പ്രോബ്ലമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇനി പ്രശ്നമാക്കേണ്ട, സാറ് പോയിട്ട് സമാധാനത്തിൽ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് അപ്പം തന്നെ ഡിലീറ്റ് ആക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐസക് സാറും അവരെല്ലാവരും ഇന്നലെ 11-ാം തീയതി ഇന്നലെ ഒരു 5:30 മണിക്കാണ് അവർ പോയത് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് 12-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോ അത് ഞാൻ കട്ട് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തില്ല. അതേപോലെ തന്നെ ഈ വോയിസൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിന് 100 കൂട്ടം ചോദ്യങ്ങളായിരുന്നു എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് കേട്ടോ. നീ ഇത്രയും പെട്ടെന്ന് വ്യൂസ് കയറിയിട്ട് അത് ഡിലീറ്റ് ആക്കിയെന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ആയിട്ടാണ് ഞാൻ അതേപോലെ തന്നെ ഈ വീഡിയോയിൽ തന്നെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് റീസൺ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അവരെല്ലാവരും ഇത്ര നാളും ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ചത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പോയപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമാണ് കേട്ടോ. റിയമോളാണെങ്കിലും ശരി, ഇക്കാണെങ്കിലും ശരി, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിഷമമായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഷ്ടമായ ഒരു ലൈക്ക് അടിക്കും. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് കുറേ നാളത്തിന് ശേഷം കുറേ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. രാവിലെ പതിവ് പോലെ 4 മണിക്ക് അലാറയ്ക്കും വെച്ച് എണീറ്റ് റൂമൊക്കെ ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച ശേഷം ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കബോർഡ്. ഈ കബോർഡിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബാത്റൂം ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമും ബെഡ്റൂമിലില്ലേ എന്നാണ് ചോദിക്കുക. കാരണം ബാത്റൂം ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ കബോർഡ് തുറന്നാലാണ് ഈ ബാത്റൂമിലേക്ക് പോകാനുള്ള ചവിട്ടിയും അതേ ചപ്പലൊക്കെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാത്റൂമിലേക്കുള്ള ഏരിയ കേട്ടോ. ഇതാ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. പിന്നെ ഓർഡർ അനുസരിച്ചിട്ടുള്ള ബില്ല് എഴുതി ഉണ്ടാക്കണം കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം മെനക്കെടാണ്. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കണം മെസ്സേജ് തരാത്തവരെ. അത് കഴിഞ്ഞ് കടക്കാർക്കൊക്കെ വിളിച്ച് എത്ര കുബൂസിന് മാവിടണം എന്നൊക്കെ നോക്കിയിട്ടോ. കുബൂസിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ മാവിടുക. അപ്പോൾ അതൊക്കെ ഇക്കാൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേനും ഇക്ക ഫസ്റ്റ് ട്രിപ്പ് മാവിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേനാണ് നമ്മൾ സെക്കൻഡ് ട്രിപ്പും തേർഡ് ട്രിപ്പൊക്കെയാണ് പിന്നെ എത്ര കിലോ എന്ന് വെച്ചാൽ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാവിടുക. ഇതാണ് നമ്മുടെ കുബൂസ് ഉണ്ടാക്കുന്ന ഏരിയ കേട്ടോ. താത്താരിക്ക് പുലർച്ചെ 6 മണിക്കാണ് വരിക. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഇവിടെയൊക്കെ മാവ് ഉടയ്ക്കുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ, ഞങ്ങൾ രണ്ടാളും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതേ നോക്കണ്ടോ, എല്ലാവരും നന്നായി ക്ലീൻ ചെയ്തിട്ട് ഒരു 6 മണിക്ക് വന്ന് 11:30 പോകുമ്പോൾ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് തന്നെ പോവുക. അവരിടുന്ന ഡ്രസ്സാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഈ എന്താ പറയുക, പരത്തണ സമയത്ത് ഇടുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ വേഗം അകത്തേക്ക് വന്നിട്ട് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഗസ്റ്റ് 4 പേര് ഗസ്റ്റ് ഉണ്ട് നമുക്ക് ഒരാഴ്ചയായിട്ട് കേട്ടോ. അവർ ഇന്ന് ഡൽഹിക്ക് പോകും. കേന്ദ്രത്തിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോവുക. നമ്മുടെ VIP ഗസ്റ്റാണ് നമ്മുടെ തോമസ് ഐസക് സാറും പിന്നെ ഗൺമാനും അതേപോലെ സാറിൻ്റെ അങ്ങനെ 4 പേരാണ്. സാറിൻ്റെ കൂടെ 3 പേര് വന്നിട്ട് അങ്ങനെ മൊത്തം 4 പേരാണ് നമുക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗസ്റ്റിന് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെയും വൈകിട്ടും രാത്രിയും ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അത് അവർ പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്കിഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കാൻ, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം കപ്പയ്ക്കും വേവിക്കാൻ വെച്ച ആ സമയം കൊണ്ട് തന്നെ ഒരു 1.5 തേങ്ങയുടെ പാലെടുത്തു കേട്ടോ. 1-ാം പാലും 2-ാം പാലും പിന്നെ ഒരു 20 ചുവന്നുള്ളി എടുത്തു. അതിലേക്ക് ഒരു 5-6 ചീനിമുളക് ഇട്ടിട്ട് ഒന്ന് ചതച്ച് വെച്ചു. പിന്നെ കപ്പ വെന്ത ശേഷം അത് ഊറ്റി അതിന് ശേഷം ഞാൻ 1-ാം പാലല്ല 2-ാം പാൽ ഒഴിച്ചു കേട്ടോ. ആദ്യം തന്നെ 2-ാം പാലും അതുപോലെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും അതേപോലെ പച്ചമുളകൊക്കെ വെച്ച് ഒന്ന് നന്നായി വേവിച്ച് ഉടച്ചു കേട്ടോ. പറഞ്ഞ് തന്നെ ഉടഞ്ഞോളും, നന്നായി വേകുമ്പോൾ തന്നെ ഉടഞ്ഞോളും. അങ്ങനെ പിന്നെ തോമസ് ഐസക് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും ലളിതമായ ഒരു മനുഷ്യനായിരിക്കും ഞാൻ വിചാരിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ നമ്മുടെ MLA മൊയ്തീൻ സഖാവ് വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായിരിക്കും, എങ്ങനത്തെ എങ്ങനത്തെ ആളായിരിക്കും, മനുഷ്യന്മാർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡൊക്കെ അവർക്ക് പറ്റുമോ അതോ എന്താ പറയുക ജാടയായിരിക്കുമോ, അങ്ങനെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് സഖാവ് ഒരു പാവം മനുഷ്യനായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിർബന്ധവുമില്ല, എന്താ കൊടുക്കുന്നത് അത് മാത്രം മതി സാറിന്. ഫുഡ് എന്താണെങ്കിൽ എല്ലാ കാര്യത്തിലാണെങ്കിലും ശരി. അപ്പോൾ ഗൺമാനെ അവരൊക്കെ പറഞ്ഞു സാറിന് അവിടുത്തെ ചോദിച്ചു. ഞാനിപ്പോൾ സാറിന് എന്താ ഇഷ്ടം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഞാനെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല, സാറിന് എന്താണെങ്കിലും കഴിച്ചോളൂ, അതൊന്നും സാറിനൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ ഇന്ന് പോണതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ഒരു പാൽക്കപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇറക്കി വെച്ച ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതും ചീനിമുളകും കൂട്ടിയിട്ട് നന്നായി വഴറ്റി ബ്രൗൺ നിറമായ ശേഷം അതിലേക്ക് ഒഴിച്ചു കേട്ടോ. സാറിന് തോമസ് ഐസക് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, എപ്പോഴും ബിസി ആയിരിക്കും സാറ്. ഒരു തരി ടൈമില്ല, ഒരു വിശ്രമിക്കാൻ പോലും ടൈമില്ല. അതേപോലെയാണ് സാറ് എന്താ പറയുക, നാടിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് രാത്രി കിടക്കുക ഒരു 10:30-11:30 ആവുന്നുണ്ട്. ഓരോ എന്താ പറയുക, ഓരോ സ്ഥലത്തും ഓരോ പരിപാടികൾക്കും പോയിട്ട് വരുമ്പോൾ, എന്നിട്ട് രാവിലെ നേരത്തെ എണീക്കും. പിന്നെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങാനോ അങ്ങനെ ഒന്നും ഒരു നേരമില്ല കേട്ടോ. സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ചയായി പറഞ്ഞു, ഈ ഒരാഴ്ചയും വിശ്രമിക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു ടൈമൊന്നുമില്ല. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ വീട്ടിൽ വന്നാൽ തന്നെ ലാപ്ടോപ്പിൽ ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ എപ്പോഴും ബിസി ആയിരിക്കുക. നമ്മുടെ സാറിൻ്റെ പി എ പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ എപ്പോഴും ജനുവരി വരെയുള്ള വർക്കുകൾ ഇപ്പം തന്നെ ഓൾറെഡി ബുക്കിംഗ് ആണ്, സാറിൻ്റെ ഓരോ പരിപാടികൾ ബുക്കിംഗ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മുടെ രാധേട്ടനെ മാത്രം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. നമുക്കറിയില്ലല്ലോ ആരെയും. അപ്പോൾ രാധേട്ടനെ പറ്റി അങ്ങനത്തെ ഒരു ഇതേപോലൊരു എന്താ പറയുക, അങ്ങനെ നമുക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട് നമ്മുടെ ചേലക്കരക്കാരൻ്റെ ഒരു രാധേട്ടൻ അങ്ങനത്തെ ഒരു മനോഭാവമായിരുന്നു എനിക്ക്. പക്ഷെ രാധേട്ടനെ പോലെ തന്നെ അതെനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലും പറഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒന്നിനോ എന്താ പറയുക, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരാളിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയും രണ്ടാളും അങ്ങനെ അത്രയും നാടിന് നമുക്ക് വേണ്ടിയിട്ട് ഓരോന്ന് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അതേപോലെ ഒന്ന് ഉറങ്ങാനും കൂടി നേരമില്ലാണ്ടാണ് ഈ സാർ ഇങ്ങനെ ഓരോ പരിപാടികൾക്കും വിശ്രമിക്കാതെ ഇങ്ങനെ ഓരോ എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ വിഷമമായി കേട്ടോ. പിന്നെ എന്താണ് നമ്മുടെ രാഗിപ്പുട്ട്. സാറിന് രാഗിപ്പുട്ട് ഇഷ്ടമായി കേട്ടോ. അതായത് ഞാൻ നേരത്തെ കാണിച്ചില്ല, ആ രാഗി നന്നായി കഴുകി ഉണക്കി വറുത്തിട്ട് അത് പൊടിപ്പിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് തലേ ദിവസത്തെ പാലുണ്ടാവില്ലേ, ആ പാലിൽ നന്നായിട്ട് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ചിട്ട് ചുട്ടെടുത്തതാണ് കേട്ടോ. ഇത് രാഗിപ്പുട്ട് ഉണ്ടാക്കി, അതേപോലെ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ. പിന്നെ പാൽക്കപ്പം, ഇതാണ് ഞാൻ രാവിലെ വെച്ച് കൊടുത്തത് സാറിന് ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കേട്ടോ. സാർ അപ്പോഴും വർക്കിലാണ്. അപ്പോൾ സാർ വരുമ്പോഴത്തേനും ഞാൻ വേഗം സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോഴത്തേനും പിന്നെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ കോഫി ഉണ്ടാക്കി. ഷുഗർ ഫ്രീ കോഫിയാണ് സാറ് കഴിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാറിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓരോ ദിവസം ഓരോന്നാണ് ഉണ്ടാക്കിയത് കേട്ടോ. സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. മിക്ക ദിവസവും സാറിന് ഇഷ്ടമായത് കോറപ്പുട്ടാണ്. കോറപ്പുട്ടും ചെറുപഴവും ആണ് സാറിന് മെയിനായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് സാറ് പോവായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 2-ാം തീയതിയാണ് ഇന്ന് പോയാൽ പിന്നെ 5-ാം തീയതി വരുള്ളൂ സാർ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങളൊക്കെയും വർത്താനം പറഞ്ഞിരുന്ന് അതൊക്കെയും കഴിച്ചു. സാറിങ്ങനെ തിരക്കിൽ ഓടിപ്പായണത് കൊണ്ട് തന്നെ ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും സാറിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുന്നത്, കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് വേഗം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ സാറ് പോണതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ, ഡൽഹിക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവർ കുറച്ച് നേരം വേഗം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോയി. ഞാൻ പിന്നെ വേഗം അവിടെ കേക്ക് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കുണ്ടായിരുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അതിന്ന് രാത്രി 8:30 കൊടുക്കുന്നതാണ്. പിന്നുള്ളത് ഒരു ഓറഞ്ച് കേക്കാണ്. ഓറഞ്ച് കേക്ക് 2 കിലോൻ്റെ ഒരു ഓറഞ്ച് കേക്ക്, അതേപോലെ 2 കിലോൻ്റെ ഒരു 2-2.5 കിലോ ഉണ്ടാവും കേട്ടോ ഒരു റിസപ്ഷൻ്റെ കേക്ക്. ഇത് 3ആണ് നമ്മൾ പെട്ടെന്നിരുന്ന് ചെയ്തത് കേട്ടോ. നമ്മൾ ആദ്യം ചോക്ലേറ്റ് കേക്ക് പറഞ്ഞാൽ ചോക്കോ ഡിലൈറ്റ് കേക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൂസ്റ്റ്, ഹോർലിക്സിൻ്റെ ഡപ്പയാണെങ്കിൽ അതിൽ ബൂസ്റ്റ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും, അതേപോലെ ഷുഗർ സിറപ്പ് കുറച്ച്, അതിൽ ചോക്ലേറ്റും പാലും കേട്ടോ ഷുഗർ സിറപ്പിന് വരാം, അതൊഴിച്ചിട്ട് അത് വെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര ഉരുക്കിയിട്ട് അതിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് പൊടിച്ച് വെച്ചു കേട്ടോ. അത് നമ്മുടെ ചോക്കോ ഡിലൈറ്റ് കേക്കിന് ടേസ്റ്റ് കൂട്ടാൻ ഏറ്റവും നല്ലത് അതാണ്. ചോക്കോ ഡിലൈറ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇട്ടതുകൊണ്ടാണ് ഇതിപ്പോൾ ചോക്ലേറ്റ് കേക്കിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണത് കേട്ടോ. ആദ്യം നമ്മൾ സ്പഞ്ച് വെച്ച് അതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്ത ശേഷം അതിലേക്ക് പിന്നെ ക്രീമും ചോക്ലേറ്റും കൂടിയിട്ട് മിക്സ് ചെയ്തത്
ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച നട്ട്സും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടില്ല, ഒന്ന് ഉരുക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടില്ലേ, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് ഇത്രയാണ് നമ്മൾ സെറ്റാക്കാൻ ചെയ്യേണ്ടത്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. അങ്ങനെ നമ്മൾ ഓരോ ലെയറും അങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയി കാണിച്ച് നിങ്ങളുടെ സമയമൊന്നും കളയണില്ല. ജസ്റ്റ് ചോക്കോ ഡിലൈറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് സാധാരണ ഉണ്ടാക്കണവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. നമ്മൾ സ്പഞ്ച് വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ്, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അത് ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് ക്രീം നമ്മൾ അതിന് മുകളിൽ നമ്മൾ നന്നായി സ്പ്രെഡ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്കും വീണ്ടും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഷുഗർ നട്ട്സും കൂടി പൊടിച്ച് വയ്ക്കില്ല, നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഈ മെത്തേഡിലാണ് എല്ലാ ലെയറും നമ്മൾ ചോക്കോ ഡിലൈറ്റ് കേക്കിൻ്റെ ചെയ്യേണ്ടത് കേട്ടോ. അതാണ് ചോക്കോ ഡിലൈറ്റ് കേക്കിൻ്റെ പ്രത്യേകത. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്തായാലും നമ്മുടെ നിന്ന് വാങ്ങുന്നവർക്ക് നല്ല ഇഷ്ടപ്പെട്ട കേക്കാണ്. വീണ്ടും ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കേക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്ത ശേഷം മുകളിൽ ചോക്ലേറ്റ് ഉരുക്കി ഒഴിച്ചു കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, അധികം എന്താ പറയുക വർക്കൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് പെട്ടെന്ന് കിട്ടിയ ഒരു കേക്കാണ്. രാത്രി 8:30 കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ വേഗം ഞാനതുണ്ടാക്കി ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചു കേട്ടോ. ഇങ്ങനെയാണ് ഈ കേക്കിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചോക്കോ ഡിലൈറ്റ് കേക്കിന് നമുക്ക് ഒരുപാട് ചോക്ലേറ്റ് വേണം കേട്ടോ, എന്നാൽ തന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ബിസ്ക്കറ്റ് അതിൽ ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നന്നായി ചോക്ലേറ്റ് തന്നെ ആഡ് ചെയ്യണം. ചോക്ലേറ്റ് ഓരോ ലെയറിലും നന്നായി ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. ഈ കേക്ക് ഉണ്ടാക്കുന്നതും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ 2-ാം തീയതി ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വോയിസ് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എങ്ങനെ അപ്ലോഡ് ചെയ്ത് 3-ാം തീയതി, അതായത് ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കണത്. വിശേഷങ്ങളെല്ലാം ഇന്നലത്തേന് കേട്ടോ. നമ്മൾ ഇന്ന് 3-ാം തീയതിയാണ് ഞാൻ വോയിസ് കൊടുക്കണം കേട്ടോ. ഇന്നത്തെ ദിവസം ഈ വീട്ടിലാകെ ഒരു മൂകതയായിരുന്നു കേട്ടോ. അത്ര നാളും ഒരാഴ്ചയായിട്ട് അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇക്കാക്കൊരു ഉഷാറില്ലൊക്കെ രാവിലെ തന്നെ എണീറ്റ് പള്ളിയിൽ പോയിട്ടോ. അവിടെ എന്തൊക്കെയോ വർക്കുകളുണ്ട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് പിന്നെ കേക്കുകളുണ്ടായിരുന്നു. നാളത്തേക്കുള്ള കേക്കുകളൊക്കെ രാവിലെ തന്നെ ചെയ്തു. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയുടെ മാവുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക ചെയ്തത് ഇന്ന് വോയിസ് കൊടുക്കുന്ന ദിവസം. അങ്ങനെ ഇതിലാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് മോഡലൊന്നും കൊടുത്തില്ല, സിമ്പിളായിട്ട് ഒരു കേക്കിൻ്റെ ഡിസൈൻ കേട്ടോ. ഈ ചോക്ലേറ്റ് ഡിലൈറ്റ് കേക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഓർഡറാണ്. അതുകൊണ്ട് തന്നെ വേറെ കേക്കുകളുടെ ഓർഡറുകൾ ചെയ്യണം. അതൊക്കെ ഒന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്ന സമയത്താണ് ഇതൊക്കെ വേഗം ഞാൻ ചെയ്ത് തീർത്തത് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഒരു റൗണ്ടൊക്കെയും കൊടുത്ത് അതിൽ കുറച്ച് നമ്മൾ നട്ട്സും നമ്മുടെ ഷുഗറും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കേട്ടോ. സിമ്പിൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊരു ലൈക്ക് തരണേ. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 2 കിലോൻ്റെ ഒരു ഓറഞ്ച് കേക്ക് ആയിരുന്നു കേട്ടോ. ആ ഓറഞ്ച് കേക്കും പിന്നെ റിസപ്ഷനുള്ള ഒരു 1.5 കിലോൻ്റെ ഒരു കേക്ക്, റിസപ്ഷനിൽ 2 കിലോൻ്റെ 2 ടയർ കേക്കുമാണ് ഓർഡർ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ കേക്ക് വേഗം പെട്ടെന്ന് കിട്ടിയ ഓർഡറാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇത് വേഗം ഉണ്ടാക്കി 8:30 കൊടുക്കേണ്ടത് തന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിക്കോട്ടെ പറഞ്ഞിട്ട് പിന്നെ അത് സെറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ദിവസങ്ങൾ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും കടന്നു പോണത് നമ്മൾ തന്നെ അറിയണില്ല. ഓരോ ദിവസം പെട്ടെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ ഇങ്ങനെ വർക്കുകളൊക്കെ എടുത്തിട്ട് അതൊക്കെ ചെയ്യുക. അതൊക്കെയാണ് ഒരു സന്തോഷം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാനിങ്ങനെ കേക്ക് ചെയ്യുമ്പോഴേക്കും ഒറ്റയ്ക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാട്ട് വയ്ക്കുക, അല്ലെങ്കിൽ സീരിയലോ അല്ലെങ്കിൽ എന്താ പറയുക പ്രസംഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടത് ഓരോന്നും കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മുടെ 2 കിലോൻ്റെ ഓറഞ്ച് കേക്കാണ് ചെയ്തത് കേട്ടോ. കണ്ടോ സ്പഞ്ച്, ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ സ്പഞ്ചാണ് കേട്ടോ. ഇതുകൊണ്ടൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ കേക്ക് കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ കേക്കുകൾ ഉണ്ടാക്കണമെന്നും കാണിക്കണില്ല. അതൊക്കെ കണ്ട് നിങ്ങൾ ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു നമ്മുടെ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണത് കേട്ടോ. ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ.
പിന്നെ ഞാൻ ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിലൊരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കേട്ടോ. അതൊഴിച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഓറഞ്ച് കേക്കിന് ഉണ്ടാവുക. അപ്പോൾ അതിന് ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ യെല്ലോ കളറാണ് ഇത് മിക്സ് ചെയ്തത്. ഇനി നമ്മുടെ ആൽഫ ഫോട്ടോഗ്രാഫ് അവരുടെ ഓർഡറാണ് കേട്ടോ. അവർ സ്ഥിരമായിട്ട് നമ്മുടെ കസ്റ്റമർ തന്നെയാണ്. ഇതിന് മുമ്പ് അവർ കൊണ്ടുപോയിട്ടുള്ളത് പൈനാപ്പിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ അത് മാറിയിട്ട് ഇപ്രാവശ്യം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി തന്നാൽ മതി. ചോക്ലേറ്റ് കേക്കല്ല, ഓറഞ്ച് കേക്ക് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയൊക്കെയാണ് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെഡ്ഡിങ് കേക്കിനുള്ള 2 കിലോൻ്റെ കേക്കിൻ്റെ ഓർഡർ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ ഒരു സിമ്പിൾ വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുക, മറക്കരുത്. ബെല്ലൈക്കണിൽ പ്രസ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റുമായി വരുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ